വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ അവധിക്കാല ക്ലാസ്സുകൾ 2025 ഏപ്രിൽ 2 ആരംഭിക്കുകയാണ്. LKG UKG റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ ക്ലാസ്സസ്, കുട്ടികൾക്ക് എക്സാം സ്വന്തമായിട്ട് എഴുതാനായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാവും. മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ടാകും. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്ന 1ാം ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ടാകും. അതുപോലെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ട്യൂഷനും ഉണ്ടാവും. വർക്ക്ഷീറ്റ്സും കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാർച്ച് മാസം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ അഡ്മിഷൻ മാർച്ച് മാസം എടുക്കാവുന്നതാണ്. ഏപ്രിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ആവുക. സൂമിൽ ലൈവായിട്ടും ക്ലാസ് വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. മലയാളത്തിൽ നിന്നും ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 8ാമത്തെ യൂണിറ്റ് ആണ്. 8ാമത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങുവാണ് കേട്ടോ. പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. 8ാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. വായിച്ചേ, പെയ്യട്ടങ്ങനെ പെയ്യട്ടെ. ഓക്കെ, ഇവിടെ ഒരു പശുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പശു ദാഹിച്ചു നിൽക്കുവാണ് കേട്ടോ. വെള്ളമില്ല, പശുവിന് കുടിക്കാനായിട്ട് വെള്ളമില്ല. അതുകൊണ്ട് പശു എന്ത് ചെയ്യാണെന്നറിയാവോ? മേഘത്തോട് ചോദിക്കുവാണ്. എന്താ ചോദിക്കുന്നേ? വെള്ളം ചോദിക്കുന്നു. പശു എന്തിനാ മേഘത്തോട് വെള്ളം ചോദിക്കുന്നേ അറിയാവോ നിങ്ങൾക്ക്? മേഘമാണ് നമുക്ക് എന്ത് തരുന്നത്? മഴ തരുന്നത് കേട്ടോ. മേഘമാണ് മഴ തരുന്നത്. അതുകൊണ്ട് പശു എന്ത് ചെയ്യുന്നു? മേഘത്തോട് പറയുകയാണ്, തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. മഴ ചോദിക്കുവാണ്. മഴയത്ത് എന്താ നമുക്ക് താഴേക്ക് വരിക? വെള്ളമാണല്ലേ. മഴ പെയ്യുമ്പോൾ എന്താ കിട്ടുക? വെള്ളം. അപ്പോൾ പശുവിന് വെള്ളം വേണം. വെള്ളം വേണം എന്നുള്ളത് കൊണ്ട് പശു ആരോട് ചോദിക്കുകയാണ്? മേഘത്തോട് മഴ പെയ്യിക്കാൻ പറയുവാണ്. എങ്ങനെയാ ചോദിക്കുന്നേ? തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. മേഘം എന്താ മറുപടി പറയുന്നേ? മേഘം മടിയനാ. പിന്നെ പെയ്യാം. പശുവിന് വെള്ളം അത്യാവശ്യമല്ലേ, കുടിക്കണ്ടേ? നിങ്ങൾ വെള്ളം കുടിക്കാതെ എത്ര ദിവസം നിൽക്കാൻ കഴിയോ? ഇല്ല അല്ലേ. പശുവിന് ദാഹിച്ചിട്ട് വയ്യ. പശു പറയാണ്, തട്ടാതെ മുട്ടാതെ മഴ പെയ്താട്ടെ. മേഘം എന്ത് മറുപടി പറയുന്നെന്ന് അറിയാവോ? പിന്നെ പെയ്യാം. മേഘം എന്ത് പറഞ്ഞു? പിന്നെ പെയ്യാം. അപ്പോൾ പശു ചോദിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തവള മേഘത്തിനോട് പോയി ചോദിക്കുകയാണ്, മഴ പെയ്താട്ടെ, പേക്രോം പേക്രോം. തവള മേഘത്തോട് പറയാണ്, മഴ പെയ്താട്ടെ, പേക്രോം പേക്രോം. അപ്പോൾ മേഘം എന്ത് പറയുന്നു? പിന്നെ പെയ്യാം. തവളയോട് മേഘം പറയാണ്, പിന്നെ പെയ്യാം. അപ്പോൾ പശു ചോദിച്ചു, തവള ചോദിച്ചു. പശുവിനോടും മേഘം പറഞ്ഞു, പിന്നെ പെയ്യാം. തവളയോടും മേഘം എന്ത് പറഞ്ഞു? പിന്നെ പെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്താരാ മേഘത്തിൻ്റെ അടുത്ത് വന്നതെന്ന് അറിയാവോ? മുത്തശ്ശി നേരെ മേഘത്തിൻ്റെ അടുത്തേക്ക് വന്നു. മേഘത്തോട് പറയാണ്, ചൂട് എടുത്തിട്ട് വയ്യ മേഘമേ, ചൂട് എടുത്തിട്ട് വയ്യ മേഘമേ. എന്താ പറയുന്നേ? ചൂട് എടുത്തിട്ട് വയ്യ മേഘമേ, വേഗം മഴ കൊണ്ടുവാ, വേഗം മഴ കൊണ്ടുവാ എന്ന് മുത്തശ്ശി മേഘത്തോട് പറയാണ്. മുത്തശ്ശിയോട് മേഘം പറയാണ്, പിന്നെ പെയ്യാം, പിന്നെ പെയ്യാം. മുത്തശ്ശിയോട് മേഘം എന്താ പറഞ്ഞേ? പിന്നെ പെയ്യാം എന്ന് പറഞ്ഞു. ഓക്കെ, പശു പോയി, തവള മേഘത്തിൻ്റെ അടുത്ത് പോയി, മുത്തശ്ശി മേഘത്തിൻ്റെ അടുത്ത് പോയി. മേഘം കേട്ടില്ല. മേഘം പറഞ്ഞു, പിന്നെ പെയ്യാം. ഇവിടെ നോക്കിയേ, കൊക്ക് പോയി പറയാണ്, എങ്ങും തുള്ളി വെള്ളമില്ല മേഘമേ, മഴയെ കൊണ്ടുവാ. എങ്ങും തുള്ളി വെള്ളമില്ല മേഘമേ, മഴയെ കൊണ്ടുവാ. കൊക്കിനോടും മേഘം പറയാണ്, പിന്നെ പെയ്യാം, പിന്നെ പെയ്യാം എന്ന് കൊക്കിനോടും മേഘം പറഞ്ഞു. ഇവിടെ നോക്കിയേ, നെല്ല് ഗോതമ്പ് ചെടികൾ അവരും പറയുകയാണ്, ഒന്ന് വേഗം പെയ്യ, ഞങ്ങൾ ഉണങ്ങിപ്പോകുന്നേ. ഒന്ന് വേഗം പെയ്യ, ഞങ്ങൾ ഉണങ്ങിപ്പോകുന്നേ. മേഘം അവരോടും പറയാണ്, പിന്നെ പെയ്യാം,
മേഘം എന്ത് പറഞ്ഞു? ഓ പിന്നെ പെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരോടും മേഘം എന്താ പറയുന്നേ? പിന്നെ പെയ്യാം, പിന്നെ പെയ്യാന്ന് പറയാണ്. ഇവിടെ നോക്കിയേ, നദികളിൽ ഒന്നും വെള്ളമില്ല. മഴയില്ലാത്തത് കൊണ്ട് നദികളിൽ ഒന്നും വെള്ളമില്ല. നദികളും പറയാണ്, ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു. മഴ എവിടെ മേഘമേ? ഒഴുക്ക് നിന്നു, വറ്റി വറ്റി തീർന്നു. മഴ എവിടെ മേഘമേ? മേഘം പറയാണ്, ഓ പിന്നെ പെയ്യാം. മേഘം അവിടെയും പറയാണ്, ഓ പിന്നെ പെയ്യാം. എല്ലാവരോടും മേഘം എന്താ പറയുന്നേ? വെള്ളം ചോദിക്കുന്ന, മഴ ചോദിക്കുന്ന എല്ലാവരോടും മേഘം പറയാണ്, ഓ പിന്നെ പെയ്യാം എന്ന് പറയാണ്. ദാ ഇവിടെ നോക്കിയേ, കുറച്ച് കുട്ടികൾ വടിയും കമ്പുമായിട്ടൊക്കെ മേഘത്തോട് പറഞ്ഞു, പെയ്യുന്നുണ്ടോ ഇല്ലയോ? എന്താ ചോദിച്ചേ? പെയ്യുന്നുണ്ടോ ഇല്ലയോ? മേഘം പേടിച്ചു. മേഘം പറഞ്ഞു, ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയും കൂട്ടി വേഗം പോരാം. മേഘം എന്താ മറുപടി പറഞ്ഞേ? ഇപ്പം പെയ്യാം, ഇപ്പം പെയ്യാം, പെരുമഴയും കൂട്ടി വേഗം പോരാം എന്ന് മേഘം പറഞ്ഞു. കുട്ടികൾ പേടിപ്പിച്ചതുകൊണ്ട് മേഘം പേടിച്ചു. ബാക്കി എല്ലാവരോടും മേഘം എന്ത് പറഞ്ഞു? ഓ പിന്നെ പെയ്യാം. കുട്ടികൾ പേടിപ്പിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഇപ്പൊ പെയ്യാം, ഇപ്പൊ പെയ്യാം, പെരുമഴയും കൂട്ടി വേഗം പോരാമെന്ന് മേഘം പറയാണ്. ഓക്കെ, ദാ മേഘം വന്നു, മഴ കൊണ്ടുവന്നു. തക തക തൈ തക മഴ വന്നേ. എന്താ? തക തക തൈ തക മഴ വന്നേ. മഴ വന്നു കേട്ടോ, നല്ല മഴ വന്നു. കുട്ടികളും മുത്തശ്ശിയും പശുവും ദാ നോക്കിയേ, കതിരുകളും തവളയും എല്ലാവരും, നദിയും എല്ലാവരും സന്തോഷിച്ചു. എങ്ങനെയാ അവർ സന്തോഷിച്ചേ? തക തക തൈ തക മഴ വന്നേ. അപ്പോൾ ആരാ മഴ കൊണ്ടുവരുന്നേ? മേഘമാണ് മഴ കൊണ്ടുവരുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും മേഘത്തോട് മഴ ചോദിച്ചു. മേഘം പറഞ്ഞു, ഓ പിന്നെ പെയ്യാം, പിന്നെ പെയ്യാന്ന് പറഞ്ഞു. കുട്ടികൾ വടിയെടുത്ത് പെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചതും മേഘം പറഞ്ഞു, ഇപ്പൊ പെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ മഴ പെയ്തു. മഴ കാത്തിരുന്ന എല്ലാവർക്കും സന്തോഷമായി. അവർ എന്ത് പാടി? തക തക തൈ തക മഴ വന്നേ എന്ന് പാടി. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.